ഞാൻ നടന്ന വഴികളിൽ എൻ്റെ ഈ പുസ്തകം എനിക്ക് എഴുതുവാനുള്ള പ്രചോദനം നൽകിയത് ആരാണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്കറിയാൻ താല്പര്യം കാണും. 4 വയസ്സ് മുതൽ ഞാൻ ജീവിച്ച ഗ്രാമവും ഞാൻ വളർന്ന നാട്ടിലെ വഴികളുമാണ് എനിക്ക് ഈ കഥകൾ എഴുതുവാൻ ഏറ്റവും പ്രേരിപ്പിച്ചത്. ഞാൻ കണ്ട മനുഷ്യരിൽ നിന്നും അവരുടെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ചില ഏടുകൾ ആണ് എൻ്റെ കഥകൾ. ഒന്ന് അമ്മ പറഞ്ഞ കഥയായിരിക്കാം, അമ്മൂമ്മ പറഞ്ഞ കഥയായിരിക്കാം, എൻ്റെ ചെറിയമ്മ മരിച്ചുപോയ പറഞ്ഞ ഒരു കഥയാണ് പിൽക്കാലത്ത് ഒരു വലിയ പോഡ്കാസ്റ്റ് വഴിയായി മാറിയത്. ആദ്യമായി എഴുതിയത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്ന് പറയുന്നൊരു കഥയായിരുന്നു. ആ കഥ മാഗസിനിൽ പബ്ലിഷ് ചെയ്യുകയും ഫേസ്ബുക്കിൽ ഓഡിയോ സ്റ്റോറിയായി വന്ന് ഒരു തരംഗമായി മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുറിച്ചു വെച്ച കുറേ ചെറിയ കഥകൾ പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ചു. ആ ഇടയ്ക്കാണ് ഞാൻ പ്രൊഫസർ സുകുമാർ അഴീക്കോടിൻ്റെയും മരിച്ചുപോയ ലെജൻഡറി റൈറ്റർ മാധവിക്കുട്ടിയുടെയും സംഭാഷണങ്ങൾ കേൾക്കുന്നത്. മാധവിക്കുട്ടിയുടെയും അഴീക്കോട് മാഷിൻ്റെയും എല്ലാ സംസാരവും ഞാൻ തേടിപ്പിടിച്ചു. അവരുടെ എല്ലാ സംഭാഷണങ്ങളും ഞാൻ കേട്ടു. യൂട്യൂബിൽ അവൈലബിളായ എല്ലാ അവരുടെ പ്രചോദനമായ സംസാരം കേട്ടിട്ടാണ് എനിക്ക് ധൈര്യം വന്നത്. മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറയുന്ന ഒരു ചെറുകഥ കേട്ടതിന് ശേഷമാണ് എനിക്ക് ചെറിയ ചെറിയ കഥകളും എഴുതി പ്രസിദ്ധീകരിക്കാനുള്ള ധൈര്യം കിട്ടിയത്. പിന്നീട് ഒരിക്കൽ ഞാൻ കരുതി കഥകൾ ദുഃഖപര്യവസാനിക്കുന്നതാവുമ്പോൾ ഒരു പക്ഷേ അത് നമ്മുടെ പ്രേക്ഷകരെ, നമ്മുടെ വായനക്കാരെ വീണ്ടും ദുഃഖത്തിലേക്ക് നയിക്കും. അതിനാൽ ഞാൻ മിക്കവാറും ഇൻസ്പയറിങ് അതല്ലെങ്കിൽ പ്രചോദനം നൽകുന്ന കഥകളാണ് എഴുതാറ്. പിന്നീട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരൻ്റെ സംഭാഷണം കേൾക്കാനിടയായി. അത് മറ്റാരുമല്ല, സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രനെയും ഞാൻ ഒരുപാട് ആരാധിക്കുന്നു. സുഭാഷ് ചന്ദ്രൻ്റെ സംസാരം കേൾക്കാനും എന്തൊരു രസമാണ്. സുഭാഷ് ചന്ദ്രൻ്റെ ജ്ഞാനസ്നാനം എന്ന പുസ്തകം ബാംഗ്ലൂരിൽ ഒരിക്കൽ അവതരണമുണ്ടായി. ആ അവതരണം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതിനെ ആസ്പദമാക്കി ഞാൻ പിന്നീട് ചെറിയ ചെറിയ കഥകൾ എഴുതി. ഓരോ കഥയും ഓരോ സന്ദേശമാണ്. ലോകത്ത് ഇന്ന് അനുഭവിക്കുന്ന വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ്, അതിനെക്കുറിച്ച് ഞാനൊരു കഥ എഴുതി. 1 ഡ്രോപ്പ് ഓഫ് വാട്ടർ, ഒരു തുള്ളി വെള്ളം. ആ കഥ എഴുതാൻ എനിക്ക് വേറെ ഒരു തമിഴ്നാട്ടുകാരനായ ഒരു ആളുടെ അനുഭവത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ആ കഥ എഴുതിയത്. അദ്ദേഹം തമിഴ്നാട്ടിലെ നാഗർകോവിലിലെ ചില സ്ഥലത്ത് ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നി.